എന്തു പറ്റി സഹോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തീരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെങ്കി അറിഞ്ഞില്ലേ? ഇനി എങ്ങനെ ഓഫീസിൽ പോവും? സഹോ, ഇനിയും നമ്മൾ 3 പേരും ഒരു ബെഡ്റൂമിലാ. താങ്ക്സ് ഫോർ യുവർ ഡിഷ്. പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ചപ്പോ നീ എന്താടി ഓവറായിട്ട് കാണിക്കുന്നേ? കല്യാണത്തിന് ശേഷം ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. പക്ഷെ നീ എന്നെ ചീറ്റ് ചെയ്തില്ലേ? ഫ്രോഡ്, കേപ്പ് മാരി. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ നിസാര കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവുന്ന എന്തിനാ? ഇത് ചെറിയ കാര്യമാണോ? ചെറിയ കാര്യം. ആവശ്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. പിന്നീട് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അച്ഛൻ എവിടെന്ന് ചോദിച്ചാ വല്യമ്മ കൊന്നു കളഞ്ഞൊന്ന് പറയാൻ പറ്റോ? എന്തടി നീ ഓവർ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനപ്പുറം I just can't take it anymore. Just ask her to get out of my house. ഈ അവസരം നമ്മൾ ഇവിടുന്ന് എവിടെ പോവാനാ? അപ്പൊ എന്നെക്കാളും അവളാണല്ലേ വലുത്? രണ്ടുപേരും എനിക്ക് പ്രധാന. ഇപ്പൊ എന്താ അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ. അറിയാതെ പറഞ്ഞതല്ല, നിന്റെ മനസ്സിലുള്ളത് പുറത്തു വന്നതാ. ഇപ്പോഴെനിക്ക് മനസ്സിലായി, നീ ഇവളെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണല്ലേ. ഞാനൊരു മണ്ടി. നിന്റെ ഡ്രാമയൊക്കെ ഞാൻ വിശ്വസിച്ചിരിക്കായിരുന്നു. നീ വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ദിസ് ഇസ് അവർ ലാസ്റ്റ് നൈറ്റ് ടുഗദർ. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഇവള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നൗ യു ഡിസൈഡ്, ഞാൻ വേണോ ഇവള് വേണോന്ന്. എപ്പോഴേ ഡൈവോഴ്സ് ചെയ്യേണ്ടതായിരുന്നു. അത് മിക്കവാറും നാളെ നടക്കും. ജെനി, ഒരു മിനിറ്റ്. ജെനി നിക്ക്. എന്തിനാടാ ഇങ്ങനെ കുടിക്കുന്നേ? ജെടി, ഞാനും ജെനിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞവരെ അറിയാമല്ലോ. അത് നാട്ടിൽ മൊത്തം അറിയുന്നതല്ലേ. ആർക്കും അറിയാത്ത വേറൊരു സീക്രട്ട് ഉണ്ട് ജെടി. നീ പറയടാ. നമ്മുടെ ഓഫീസിലെ വർഷയില്ലേ, എന്തോ നാടാ ഇത്? ജെടി, ഇപ്പൊ എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്താ ചെയ്യാ? എനിക്ക് വൈഫിനെ വീട്ടിലെ പരിപാടിയൊന്നുമില്ല. അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഇനി ഒരു ബീറും കൂടി കിട്ടോ? കുടിക്കാം, പക്ഷെ രാവിലെ സ്വന്തം ഷഡ്ഡി അന്വേഷിച്ച് നടക്കുന്ന രീതി കുടിക്കരുത്. അപ്പൊ ഇതുപോലെ കണ്ട പെണ്ണുങ്ങൾ വീട്ടിൽ കയറും. ഓക്കെ ജെടി, ഇറങ്ങാം. വെരി ബ്യൂട്ടിഫുൾ അഡ്വൈസ്. ഇതൊക്കെ എന്ത് തണുപ്പ് വേഗം എടുത്ത് കുടിക്കാൻ. അയ്യോ, ഏയ്, നീ എവിടെ പോവാ? പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യൊന്നുമില്ല. ഞാൻ US പോവാ. വെറുതെ കളിക്കല്ല നീ. ഞാൻ നിന്നോട് പറഞ്ഞ ഡെഡ് ലൈൻ കഴിഞ്ഞു. അവൾ ഇപ്പോഴും എവിടെയുണ്ട്? അപ്പൊ ഞാനല്ലേ പോണ്ടത്? Okay. You be with her happily. എന്നെ പറ്റി ആലോചിക്കണ്ട. I'll take care of myself. ജെനി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. Then ask her to get out. മതി ഇവിടെ നിന്ന് സൂചിച്ചത്. എഴുന്നിട്ട് വന്നേ. വാടി, മര്യാദയ്ക്ക് പുറത്തു വന്ന് നോക്കിയേ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? നീ എവിടെയെങ്കിലും പോ. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? എല്ലാം ഇത്ര പെട്ടെന്ന് മറന്നോ? മറന്നിട്ടില്ലടി, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് ബീർ തന്നു, എന്നിട്ട് എന്നെ കൂടെ കൊണ്ട് കിടത്തി. ഒരു പയ്യനെ കൂടെ കൊണ്ട് കിടത്തി പിന്നെ എന്താണ് ചെയ്യുക? ഞാനൊരാണല്ലേ, ഞാനത് തന്നെ റേപ്പ് ചെയ്തോ? ഒരു കല്യാണം കഴിഞ്ഞ പയ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നല്ല പെങ്കൊച്ച് എന്താ ചെയ്യുക? അതൊന്നും ആലോചിക്കാതെ നിന്റെ പെട്ടി കിടക്കിടത്തുണ്ടെന്ന് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാ? ഏത് ഭാര്യയുടെ വേറൊരു പെണ്ണിനെ വീട്ടിൽ നിർത്താൻ സമ്മതിക്കുക? ഓട്ടെ പൊട്ടാന്ന് വിചാരിച്ചപ്പോൾ ഓരോ ദിവസം തലേ കയറി നിറങ്ങാണല്ലോ നീ. എന്നൊക്കെ എനിക്ക് ജെനിയെ മാത്രം മതി, അവള് മാത്രമേ വീട്ടിലുണ്ടാവാൻ പാടുള്ളൂ. നീ ഇവിടെ ഉണ്ടാവരുത്. നീ പോയേ, നിന്നോട് പോവാനല്ലോ. നീ അത് മാറി നിൽക്ക ജെനി. ഏറിപ്പോയി ഇവൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കും, കോർട്ടിൽ കൊണ്ട് നിർത്തും.
ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാ. എന്നൊക്കെ ഒരു സെക്കൻഡ് നീ ഇനി വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇറങ്ങി പോയിടി. നടക്ക്. വരാനല്ല പറഞ്ഞു. വേണ്ട ജയ്, പ്ലീസ് ജയ്, പ്ലീസ് ജയ്. പോയേ. ഓ കഥക് തുറക്ക് ജയ്, ജയ്. ജെ, ഉം. വർഷയുടെ അടുത്ത് നീ ഭയങ്കര റൂഡായിട്ടാ ബിഹേവ് ചെയ്ത. വെറുതെ സീരിയസ് ആയിട്ടാ ഞാൻ പറഞ്ഞേ. അവളെ കുറിച്ച് ഓർക്കുമ്പോ പാവം തോന്നുക. നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ല. Can I ask you something? ഫ്രാങ്ക് ആയിട്ട് ഉത്തരം പറയണം. നമ്മുടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വർഷം നിന്നെ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ നീ അവളെയല്ലേ കല്യാണം കഴിക്കുമായിരുന്നുള്ളൂ? മേ ബി. പക്ഷെ നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം വേറെ ഒരു പെണ്ണിനും ആ സ്ഥാനമില്ല. അത്ര മാത്രം ഐ ലവ് യു ബേബി. ജെനി, ജെനി. എന്താ ജയ്, വീക്കിലി 2 days മീറ്റിംഗ് എന്ന് പറഞ്ഞ് ബോംബെക്ക് പോവാ. അവിടെ വേറെ ആരുമില്ലേ ഓഫീസിൽ? ഞാൻ വേറെ എന്ത് ചെയ്യാനാ? ജെഡിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ പോയേ പറ്റൂ. അതുകൊണ്ടല്ലേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ. നിക്ക്. ഈ ഗ്ലാസ് നിനക്ക് നല്ല സ്മാർട്ട് ആയിട്ട് ചേരുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന പോലെ പറയുന്നുണ്ട്. പെട്ടെന്ന് വന്നേക്കേട്ടോ. ഓക്കെ, ബൈ. താങ്ക്സ് ഏട്ടാ. ഹായ്, ഹൗ ആർ യു? ഇവിടെ വാടി. ഇരിക്കെ. എന്തു പറ്റി? എപ്പോഴും വന്ന് ഹഗ് ചെയ്ത് കിസ് ചെയ്യുന്ന ആളാണല്ലോ. ഇന്ന് അതൊന്നും കണ്ടില്ല. എന്താ പറ്റി? പിന്നെ നൈസ് കാർ. വരുന്ന തന്നെ 2 ആഴ്ച കൂടുമ്പോഴാ, അതെല്ലാം 2 hours ലേറ്റ്. 2 hours ലേറ്റോ? ഞാൻ ചെയ്യുന്ന ഈ പരിപാടിക്ക് 20 hours ലേറ്റ് ആയാലും നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഞാൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ? അല്ല, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. ഞാൻ ഇപ്പൊ തന്നെ പോയി ജെനിയെ ഡിവോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഡിവോഴ്സ് ചെയ്ത് തിരിച്ചു വരട്ടെ? ഇപ്പൊ ഈ സെക്കൻഡ് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. അല്ല, ഞാൻ വെറും വാക്ക് പറയാമെന്ന് വിചാരിക്കണ്ട. ഇപ്പൊ തന്നെ പോയേക്കാം. ഓക്കെ, നീ ഒന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വരും. എവിടെ? ഞാൻ പോയിട്ട് വരാം. അല്ല, നീ പറഞ്ഞ എല്ലാ ഡയലോഗും ഞാൻ കേട്ടു. ഇത്രയും നാൾ എന്നെ പറ്റിച്ചോണ്ട് ജീവിക്കായിരുന്നല്ലേ? ഫ്രോഡ്. ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ റെഡിയാടാ. എപ്പോ വേണമെന്ന് നീ പറഞ്ഞാ മതി. ഒന്ന് വെയിറ്റ്, ഞാൻ പോയിട്ട് വരാം. എവിടെ പോകുന്നേ? എപ്പോഴും അവക്ക് മാത്രമാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഞാൻ എന്താ വീട്ടിലെ സെർവന്റോ? എപ്പോഴും ഞാൻ തന്നു കൊടുത്താൽ മതിയോ? എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് വേണ്ടി 5 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി മുതൽ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ നീ പറഞ്ഞ പോലെ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വാ. എടാ, ഒരു ബീർ കിട്ടോ? ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ലൈഫ്.